ഹായ് ഓൾ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആണ് വേർ ഈസ് ഗോഡ്, എവിടെയാണ് ദൈവം. സോ ആദ്യം തന്നെ ഞാനൊരു ലൈസൻസ് എടുക്കുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു പോയറ്റിക് വീഡിയോ ആകാം. ഫാക്ട്സും ഫിഗേഴ്സും അതേപോലെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ മുന്നിൽ ഞാനത് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട്, അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്, പക്ഷേ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മൈൻഡ് സെറ്റ് അതിൻ്റെ എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓഫൺ നമ്മളുടെ ഈ ജീവിതത്തിൽ നാച്ചുറൽ കലാമിറ്റീസ്, അതേപോലെ മരണം, അതേപോലെ അസുഖങ്ങൾ, അതേപോലെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചോദിച്ചു പോകുന്നൊരു സംഭവമാണ് എവിടെ ദൈവമെന്ന്. ഇതൊരു 80% ആളുകൾ മാത്രമേ ഈ ഒരു ചോദ്യം ചോദിക്കത്തുള്ളൂ. കാരണം ബിക്കോസ് ഒന്നെങ്കിൽ അവർക്ക് നോളജ് ഓഫ് ഗോഡ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ചൈനയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എവിടെ ദൈവമെന്ന് ചോദിക്കുമെന്ന്. കാരണം ദേ ആർ മെജോറിറ്റിലി ഇൻ എ കമ്മ്യൂണിസ്റ്റ് അല്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. സോ ഒബ്വിയസ്ലി ചോദിക്കും, ഒരു വിശ്വാസമുള്ളത് ചോദിക്കും. അതേപക്ഷെ ദൈവത്തെക്കുറിച്ച് ഒരു നോളജുള്ള അല്ലെങ്കിൽ ഒരു റിലീജിയനോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുവരാത്ത ആളുകൾ ചോദിക്കാൻ ഒരു സാധ്യതയില്ല. അന്നേരം 80% ആളുകളും, നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ മതത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുള്ളൊരു നേഷനാണ്. സോ അതുകൊണ്ട് ഒരു 80% ആളുകളും ചോദിക്കും വേർ ഈസ് ഗോഡ്, വാസ് ഹി സ്ലീപ്പിംഗ്. സോ ഈ ഒരു ചോദ്യം ഈ 80% ആളുകൾ ചോദിക്കും. ബാക്കി 20% ആളുകൾ ചോദിക്കത്തില്ല. കാരണം ഒന്നെങ്കിൽ അവർ ഇതിലൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ചോ വലിയ അറിവൊന്നും കാണത്തില്ല. എല്ലാവരും ജീവിക്കുന്നു, അതിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നു. സോ ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബിസി ആയിരിക്കാം. ഞാനിവിടെ എഴുതിയതുപോലെ ദേ ആർ ടു മച്ച് ബിസി വിത്ത് ദെയർ ലൈഫ്, എൻജോയിങ് ദ പ്രസൻറ്റ്, എൻജോയിങ് ദ വർക്ക്, എൻജോയിങ് ദ ഫൺ, എൻജോയിങ് ദ പീപ്പിൾ അറൗണ്ട് ദം, ആൻഡ് ദേ ആർ ഇൻ ടു ഇറ്റ്. അവർക്ക് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും കാണുകയില്ല. പക്ഷേ നിങ്ങളിത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഗോട്ട് എ ചാൻസ് അല്ലേ. നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ചോദിച്ചു. ആൻഡ് അതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം യു ഗോട്ട് ടൈം അല്ലേ. നിങ്ങൾക്കത് ചിന്തിക്കാനുണ്ടായിരുന്നൊരു സമയമുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കതിന് ഒരു ടൈം കിട്ടി. എനിക്കും ഇങ്ങനെ പലപ്പോഴും ടൈം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടൈം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കാൻ. സോ അതിനെ ഒരു 70% ആളുകളും നെഗറ്റീവായിട്ടായിരിക്കും അതിനെ എടുക്കുന്നത്. കാരണം വേർ ഈസ് ഗോഡ് ഒരു ബ്ലെയിമിങ് സെഷനായിട്ടായിരിക്കും. വേർ ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഡൂയിങ് നത്തിങ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് വർഷിപ്പിംഗ് ഹിം. എന്തിന് നമ്മൾ വർഷിപ്പ് ചെയ്യണം അല്ലേ, എന്തിന് നമ്മൾ ഈ ദൈവം ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു കൺക്ലൂഷൻസിലേക്കൊക്കെ എത്താൻ വളരെയധികം സാധ്യതയുണ്ട്. അതേസമയം വളരെ കുറച്ച് 30% ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് സമയം തന്നു അല്ലെ, എനിക്കൊരു ചാൻസ് കിട്ടി. ഒരുപക്ഷെ ഈ ചാൻസ് കിട്ടാത്ത അനേകം പേരുണ്ട്. അവർ ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് നോളജ് ഉള്ളവരായിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചാൻസ് കിട്ടി, ആൻഡ് വാട്ട് വി ക്യാൻ ഡു വിത്ത് ദാറ്റ് ചാൻസ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമാണ്. നോളജ് ഉണ്ടായിരിക്കണം, ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ 3-4 കാര്യങ്ങളുണ്ടെങ്കിലേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു ചോദ്യം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാൾ ചെയ്യുക, ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. ഒരു കഥയുണ്ട്, ഒരു വാർത്തയുണ്ട്. അതായത് നമ്മളുടെ യൂസഫ് അലി സാർ ഹെലികോപ്റ്ററിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. സോ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഹെലികോപ്റ്റർ പൊട്ടി താഴെ വീടും. ഓക്കെ, സോ
പത്രക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു എന്താണ് പറ്റിയത്. അന്നേരം അദ്ദേഹം ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത്. അതായത് അയ്യോ എന്നെ ദൈവം കാത്തു അല്ലേ. ഇത് നോക്കുക, ആ പ്ലെയിനിൽ കയറാൻ സഹായിച്ചതും ദൈവം, ആ പ്ലെയിൻ ക്രാഷ് ആകാൻ കാരണമായതും ദൈവം. എല്ലാ കാരണങ്ങളും ഓൾ കോസ് ഈസ് അപ്പോൺ ഗോഡ് അല്ലേ. ആ പ്ലെയിനിൽ യൂസഫ് അലി സാറിനെ കൊണ്ട് എത്തിച്ചതും ദൈവം, അത് അവിടുന്ന് ക്രാഷ് ആകാനും ദൈവം, അതേപോലെ ക്രാഷായിട്ട് പത്രസമ്മേളനത്തിൽ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ സഹായിച്ചതും ദൈവം. എല്ലാം ദൈവം അല്ലേ. ശരി, ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ വി നീഡ് ടു മൂവ് ഓൺ അല്ലേ. എനിക്കറിയാം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത്, ഇതിപ്പോൾ ഒരു ലോകമാണെന്ന് വിചാരിക്കുക, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല ചിന്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് വളരെ വലിയ ഇലാബറേറ്റ് ആയിട്ടുള്ള ഐഡിയാസും അതേപോലെ മൈൻഡ് സെറ്റും ഉള്ള ആളുകളുണ്ടായിരിക്കാം അല്ലേ. അത് വളരെ കുറച്ചൊരു ഭാഗമായിരിക്കാം. അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം. വൈ ദിസ് ഹാപ്പൻസ്. നമുക്ക് ഇപ്പം ഈ ഒരു ഡേറ്റ വെച്ചിട്ട്, നമ്മളുടെ നിലവിലുള്ള തിങ്കിങ് ക്യാപ്പബിലിറ്റീസ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. ആൻഡ് വി കീപ് ബ്ലെയിമിങ്. അതേസമയം അങ്ങനല്ല. ദർ ആർ ഓൾസോ പീപ്പിൾ വിത്ത് ഹയർ അണ്ടർസ്റ്റാൻഡിങ്, ഹയർ കോൺഷ്യസ്നെസ് ഇല്ലേ. അത് ഞാൻ ചുമ്മാ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് പ്രൊഡിജി ആയിട്ടുള്ള ആളുകളില്ലേ, കുഞ്ഞുനാളിൽ തന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അതേപോലെ 10 times ഹയർ ദാൻ നോർമൽ ഹ്യൂമൻസിനെക്കാട്ടി സോൾവ് ചെയ്യാൻ കഴിവുള്ള ആളുകളില്ലേ. അതേപോലെ ഈ കാര്യങ്ങൾക്കും ഈ ഹയർ കോൺഷ്യസ്നെസ് ഉള്ള ആളുകളുമുണ്ട്. ദേ നോ ദ റിയൽ റീസൺസ്, ദേ നോ വൈ ദിസ് ഈസ് ഹാപ്പനിങ്. അവർ മാത്രമേ അത് കാണുന്നുള്ളൂ, അവർ മാത്രമേ അത് അറിയുന്നുള്ളൂ. ബാക്കിയുള്ള പോപ്പുലേഷൻ ബ്ലെയിം ചെയ്യുന്നു. ചില ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. വാട്ട് ഐ ക്യാൻ ഡു വിത്ത് മൈ കറണ്ട് ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. സോ നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ ആര് വേണമെങ്കിലും ആകാം. ആൻഡ് ഐ ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. നിങ്ങൾക്കൊരു പക്ഷേ ഹയർ കോൺഷ്യസ്നെസ് ഉള്ള ഒരാളാകാം. ആൻഡ് വൈ ദിസ് ഹാപ്പൻസ് അല്ലെങ്കിൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് അത്യാവശ്യം അറിയുന്ന ആളാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന ആളായിരിക്കാം. ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വെർ ഈസ് ഗോഡ്, ദർ ഈസ് നോ നീഡ് ടു വർഷിപ്പ് ഹിം. അങ്ങനെയുള്ള ആളാകാം. ഇനി പോസിറ്റീവായിട്ടുള്ള ആളുകളും കാണാം. യെസ്, എനിക്കിങ്ങനെ ചോദിക്കാൻ എനിക്ക് പറ്റിയത് എനിക്കങ്ങനെ പറ്റിയത് ഞാനൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. സോ ദൈവം എനിക്ക് ആ ഒരു ഡ്യൂട്ടി തന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ അങ്ങനെ ചിന്തിക്കാൻ എന്നെ സഹായിച്ചു. സോ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പകരും. എനിക്ക് കിട്ടിയ സാധനം ഞാൻ മറ്റുള്ളവരിലേക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പകരുമെന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ഓൾ ദോസ് അല്ലേ. സോ അന്നേരം നിങ്ങൾ ഇപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ ഏതിൽ നിൽക്കുന്നു, ഇപ്പോൾ ഈ ഒരു പോപ്പുലേഷനിൽ നിങ്ങൾ ഏതിൽ നിൽക്കുന്നു? നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന ആളാണോ? നിങ്ങൾ അതേസമയം പോസിറ്റീവായിട്ട് അതിനെ എടുക്കുന്ന ആളാണോ? അതോ നിങ്ങൾ ഹയർ കോൺഷ്യസ്നെസ് ഉള്ള ആളാണോ? സോ പിന്നെ വേറൊരു കൂട്ടെന്ന് പറയുന്നത് ഡേറ്റ കുറവായിട്ടുള്ള ആളുകളുണ്ട്. അതായത് അവർക്കെന്ന് പറയുന്നത് നിലവിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഇതില്ല. ദേ ആർ നോട്ട് ഗെറ്റിംഗ് മച്ച് ഡേറ്റ ആൻഡ് ദേ ആർ എക്സൈറ്റഡ്, ദേ ആർ അഗ്നോസ്റ്റിക്. എന്താണെന്നൊന്നും അറിയത്തില്ല. സോ ദേ ആർ ന്യൂട്രൽ അല്ലേ. അവർക്ക് നോ കമൻസ്. കുറച്ചും കൂടെ ഡേറ്റ കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ആളുകളുമായിരിക്കാം. സോ ഇതെല്ലാം ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഞാൻ ജനറലായിട്ടൊരു പോപ്പുലേഷൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് വേർ ഈസ് ഗോഡ് എന്ന ചോദ്യത്തിൻ്റെ ഒരു പോയറ്റിക് മൈൻഡ് സെറ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം തന്നെ നമ്മൾക്ക് വയനാട്ടിൽ നമുക്കിങ്ങനൊരു ഇതുണ്ടായി. നമ്മൾ ഒരു 70% ആളുകൾ ഒരുപക്ഷെ ദൈവം കുറ്റം പറഞ്ഞ് അവിടെ ഇരിക്കുകയുള്ളൂ. അതേസമയം ഒരു 30% ആളുകൾ എനിക്ക് ദൈവം കഴിവ് തന്നു, എനിക്കൊരു കുഴപ്പമില്ല, ആൻഡ് ഐ താങ്ക് ഹിം, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെയും സഹായിക്കണം, അതെനിക്ക് ദൈവം പവർ തന്നതാണെന്ന് വിചാരിച്ച് ആ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ പോകുന്ന ആളുകളുമുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രസൻസാണ്.
കാണിക്കുന്നത്. സോ യെസ്, അത് വലിയൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത്. സോ ഇത് എനിക്കറിയാം, ഇത് കുറച്ച് പോയറ്റിക്കാണ്. സോ ഇതൊരു മൈൻഡ് സെറ്റാണ്. ഓക്കെ. സോ യെസ്, നമുക്കെല്ലാം വേണം. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും വേണം, പോയറ്റിക്കായിട്ടുള്ള മൈൻഡ് സെറ്റും വേണം, നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. അല്ലാതെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രം നമ്മൾ വെച്ച് ഉരുട്ടി കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിലിടാം. സോ ദാറ്റ്സ് ഇറ്റ്.